ഇന്നത്തെ മലയാള സിനിമയിലെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള സംഗീത സംവിധായകരിൽ പ്രധാനിയാണ് ഷാൻ റഹ്മാൻ. തട്ടത്തിൻ മറയത്ത്, ഓശാന്തി ഓശാന, ഗോദ തുടങ്ങിയ ഒരുപാട് സിനിമകളിൽ ഏറ്റവും മികച്ച ഘടകങ്ങളായിരുന്നു ഷാൻ ഒരുക്കിയ ഒറിജിനൽ സ്കോറുകളും പാട്ടുകളും. എന്നാൽ കുറച്ചു കാലമായി പ്രശസ്ത മ്യൂസിക്കിന് അത്ര നല്ല സമയമല്ല. ഏറ്റെടുത്ത പല പ്രോജക്റ്റിൽ നിന്ന് അവസാന നിമിഷം ഷാൻ പുറത്തേക്ക് പോകുന്ന കാഴ്ചയാണ് അടുത്തിടെയായി സോഷ്യൽ മീഡിയയിൽ കണ്ടുവരുന്നത്. ദിലീപ് നായകനാവുന്ന 'ഫാഫാബ' എന്ന ചിത്രമാണ് ഇപ്പോൾ അങ്ങനെ വാർത്തകളിൽ നിറയുന്നത്. മുമ്പ് ദുൽഖർ സൽമാൻ നായകനായ 'കിങ് ഓഫ് കൊത്ത' എന്ന സിനിമയിൽ ആദ്യ സംഗീത സംവിധായകനാണെങ്കിലും പിന്നീട് വെറും 3 പാട്ടുകൾ മാത്രമേ ഷാൻ റഹ്മാന് ചിത്രത്തിൽ ചെയ്യേണ്ടി വന്നുള്ളൂ. പകരം ജേക്ക് ബിജോയിയാണ് അഭിലാഷ് ജോഷി സംവിധാനം ചെയ്ത ചിത്രത്തിൽ ബാക്കിയുള്ള പാട്ടുകളും പശ്ചാത്തല സംഗീതം ഒരുക്കിയത്. എന്നാൽ എന്തുകൊണ്ട് ഷാൻ ചിത്രത്തിൽ നിന്ന് പിന്മാറിയെന്ന് ഒരിക്കലും ആരും വെളിപ്പെടുത്തിയിരുന്നില്ല. അടുത്തിടെ ന്യൂസ് 18 കേരള പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ഷാൻ ഇപ്പോൾ 'ഫാഫാബ' എന്ന ദിലീപ് ചിത്രത്തിന് ഭാഗമല്ല. റിപ്പോർട്ടുകൾ അനുസരിച്ച് ചിത്രത്തിന്റെ നിർമ്മാതാക്കളായ ഗോകുലം ഗോപാലിന്റെ ശ്രീ ഗോകുലം മൂവീസ് മറ്റൊരു സംഗീത സംവിധായകന്റെ ടീമിനോടൊപ്പം ജോലി ചെയ്യാനായി തീരുമാനിച്ചു കഴിഞ്ഞു. ഇതേക്കുറിച്ച് ഒരു പുതിയ പ്രഖ്യാപനം അധികം വൈകാതെ പുറത്തിറങ്ങുന്നു. ദിലീപിന്റെ ജന്മദിനം തിങ്കളാഴ്ച റിലീസ് തീയതി പ്രഖ്യാപിക്കാനായി നിർമ്മാതാക്കൾ പുറത്തിറക്കിയ ചിത്രത്തിന്റെ ഗ്ലിംസ് വീഡിയോയിൽ ഷാനിന്റെ പേരിനെ പരാമർശിച്ചിരുന്നു. എന്നായിരുന്നാലും ഇതുവരെയും വെളിപ്പെടുത്താത്ത കാരണത്താൽ അദ്ദേഹം ദിലീപൻ ചിത്രത്തിൽ നിന്ന് പിന്മാറിയേക്കുമെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. അതേസമയം ഷാനിന്റെ സോഷ്യൽ മീഡിയ ഫാഫായുമായി ബന്ധപ്പെട്ട ഒരു പ്രൊമോഷൻ മെറ്റീരിയലും ഇതുവരെ ഇല്ല. ഈ ഊഹാപോഹങ്ങളോട് ഷാൻ ഇതുവരെ പ്രതികരിച്ചിട്ടുമില്ല. കൂടാതെ പദ്ധതിയിൽ അദ്ദേഹത്തിന്റെ പങ്കാളിത്തത്തെക്കുറിച്ച് നിർമ്മാതാക്കൾ ഇതുവരെ ഔദ്യോഗികമായി ഒരു വാക്കും നൽകിയിട്ടില്ല. സംഗീത സംവിധായകന്റെ ഈ പിന്മാറ്റം അദ്ദേഹത്തിന്റെ ആരാധകരെ ഒപ്പം സോഷ്യൽ മീഡിയയിലും ഞെട്ടിച്ചിരിക്കുകയാണ്.